ഫാനിലൊക്കെ നിറച്ച് പൊടിയേനു. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടുന്ന തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു പെയിൻറ് ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ പൊടിയൊക്കെ തട്ടിയാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവട്ടോ. ഇത്രയും പൊടി നിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ അതൊക്കെ നമ്മൾ ശ്വസിക്കല്ലേ. അത് വിചാരിച്ചിട്ട് നല്ലതാണ് ക്ലീൻ ചെയ്തെടുത്തു. അത് ഇങ്ങനെ ഊരിയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലീഫും ആ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ലീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. അതുപോലെ നെറ്റൊക്കെ പെയിൻറ് ബ്രഷ് വെച്ചിട്ട് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫാന് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തു. BLDCൻ്റെ ഫാനാണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, 2-3 മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ കറണ്ട് ബില്ല് നല്ല മാറ്റമുണ്ട് കേട്ടോ, കുറവുണ്ട്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലൊക്കെ തൊലിക്കാതെ നിൽക്കുകയാണ്. വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ തൊലിച്ച് വെക്കണുണ്ട് കേട്ടോ. ഒരു സവാളയും തൊലിക്കണുണ്ട്. ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അതിനുള്ള എന്താ പറയുക, തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി വാട്ടിയെടുക്കുന്നുണ്ട്. തക്കാളി തൊലിയോട് കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. വാടിയതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കാൻ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വാടിയതിന് ശേഷം അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഞെരടി എടുക്കണം കേട്ടോ. ഈ പച്ചമുളകിന് പകരം ചുവന്ന മുളകാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇവിടെ ചുവന്ന മുളക് ഇല്ലാത്തതുകൊണ്ട് അതിട്ടതാണ് കേട്ടോ ഞാൻ. ഉണക്കമുളകാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് വെച്ചെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് എന്താണ് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, അതും മല്ലിയിലയും അതിലേക്ക് ഈ ഒരു സംഭവം കൂടി ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, കുറച്ചല്ലേ കുറേ ഉണ്ട്. അപ്പോൾ അത് കഴുകാൻ വേണ്ടി നിന്നു. അപ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു സംഭവം ചൂടാറിക്കിട്ടെ. ചൂടാറിയതിന് ശേഷമാണ് ബാക്കി പരിപാടി. അപ്പോഴത്തേനും പാത്രം കഴുകൽ കഴിക്കാം. അപ്പോൾ അത് ആ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോഴത്തേന് ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി അത് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചമ്മന്തി കല്ലുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താലും മതി. പക്ഷേ മിക്സിയിലൊന്നും അരച്ചെടുക്കരുത് കേട്ടോ. പിന്നെ ഉപ്പിടാൻ മറന്നു പോയത് കേട്ടോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലാണ് ഇത് വഴറ്റിയെടുക്കാൻ ഈ ഒരു തക്കാളിയും വെളുത്തുള്ളിയൊക്കെ. വേറെ എണ്ണയാകുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ചോറ് നമ്മൾ അതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കാം കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഉള്ളിൻ്റെ ഒരു പച്ചച്ചവ ഉണ്ടല്ലോ അതുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ അതിലൊരു നെഗറ്റീവ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നണോ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മീൻ നന്നാക്കാൻ നിൽക്കാം കേട്ടോ. ഇന്നും മത്തി തന്നെയാണ് കിട്ടിക്കണം, നല്ല പഞ്ഞിയുള്ള മത്തി കേട്ടോ. വലിയ പഞ്ഞിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പഞ്ഞി കാണാൻ. ചെറിയ പഞ്ഞീനേക്കാളും ഒരു അങ്ങനെ നന്നാക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ പഞ്ഞി മാത്രമായിട്ട് തിന്നിരുന്നു കേട്ടോ ചോറിലേക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലായിരുന്നു. അതുപോലെ ഇപ്പോഴും തിന്നാനൊക്കെ ഭയങ്കര കൊതിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മക്കൾക്ക് കൊടുക്കണ്ടേ, ഓലല്ലേ ചെറുത്. അപ്പോൾ പന്നീൻ്റെ ആൾക്കാരാണ് ഓടി, അപ്പോൾ ഓലിക്ക് കൊടുക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് 1-2 ഞാനും എടുക്കും. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ പഞ്ഞിയും മത്തിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. മത്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കഴമ്പൊക്കെ ഉള്ള ഒരു ഉണ്ട മത്തിയാണ്. അപ്പോൾ അതൊന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട്, മസാല ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി, ചീരക്കറിയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്ന്. അപ്പോൾ എല്ലാ മത്തിമയും ഇതുപോലെ വരയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മത്തി തന്നെ മേടിക്കലുള്ളൂ, വേറെ മീനുകളൊന്നും മേടിക്കില്ല കേട്ടോ. മത്തിയുള്ള ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടാണ് മസാല ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇല്ല കേട്ടോ. ചെറിയുള്ളി മാത്രം അരച്ചെടുത്തിട്ട് അതും മഞ്ഞളും മുളകും ഉപ്പിട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്യാൻ കേട്ടോ. കുറച്ച് ചെറുള്ളി ഇതിലേക്ക് ഇട്ടെടുത്തു പന്നീർക്ക്. എന്നിട്ട് അതിലും ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് അങ്ങനെയാണ് അതും പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. പഞ്ഞി അല്ലെങ്കിൽ ഇതിനും ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തോന്നും. അങ്ങനത്തെ ടേസ്റ്റാണല്ലോ പഞ്ഞി. പിന്നെ കുറച്ച് ഉള്ളി കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ രണ്ടും ഒരേ സമയം മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ചട്ടിയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഒന്നിച്ച് പൊരിക്കാനോ ഒന്നിച്ച് മസാലയോടും ചെയ്യാനോ കേട്ടോ. പക്ഷേ ഈ ഒരു പഞ്ഞിമേൽക്ക് എല്ലാ മസാലയും ഇങ്ങോട്ട് പൊടിച്ചിട്ട് മീനും ഒരു മസാല ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ.
അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രണ്ടാക്കിയിട്ട് മസാല ഇടും, 2 ചട്ടിയിൽ പൊരിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടോ നമ്മുടെ പഞ്ഞി റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പഞ്ഞി. അങ്ങനെ മത്തി പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം പുറത്തു പോയിട്ടോ. നമ്മുടെ ബൈപ്പാസിലൊന്ന് പോയി, പെരിന്തൽമണ്ണ ബൈപ്പാസ്. അപ്പോൾ പുതിന അവിടെ കയറിയിട്ടോ. ഇന്നത്തെ മെനു ഒക്കെ നോക്കി ലാസ്റ്റ് എപ്പോഴും ഉള്ള പോലെ സാധാ ഓർഡർ ചെയ്തു. സാധാ ഒരു സംഭവം, ജ്യൂസും ഇതൊക്കെ മെനു നോക്കുന്നതിനുള്ള അതിലുള്ളതൊന്നും മേടിക്കലില്ല കേട്ടോ. ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് പിന്നെ ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിന എന്ന് പറയുന്ന കട. ഞങ്ങളിതിൻ്റെ മുകളിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കാം. കാക്കു തണുപ്പുള്ളതൊന്നും കഴിക്കാറില്ല, അതുകൊണ്ട് കാക്കുവിന് ചായയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഓറിയോ ഷേക്കും, മക്കൾ രണ്ടാളും ഐസ്ക്രീം ഷേക്കുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും. പിന്നെ അതുപോലെ കഴിക്കാൻ ഫ്രൈഡ് മോമോസും മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ലോഡഡ് ഫ്രൈസ്, പിന്നെ പാസ്ത, അങ്ങനെ ഒക്കെ എന്നിട്ട് ഓർഡർ ചെയ്ത്. അപ്പോൾ അവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.